ഹലോ, നമുക്കൊരു ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകി നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് 2 സ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതിനുശേഷം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള, വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എടുക്കുക. അതിനുശേഷം ഒരു ഉരുളി വെച്ച് അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പം ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ചിക്കൻ വറുക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിനിടയ്ക്ക് തക്കാളി ഇടണം. കുറച്ച് പകുതി വെന്ത് വരുമ്പോഴത്തേനും തക്കാളി കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഞാൻ ആദ്യമായിട്ട് വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം കാണും, എല്ലാവരും ക്ഷമിക്കുക. കുറച്ച് സവാള വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ട് വാടിക്കിട്ടും, നല്ല രീതിയിൽ വാടി കിട്ടും. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ചിക്കൻ വറുത്തത് നമ്മൾ മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഈ ഗ്രേവിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, അത് എരിവുള്ള മുളക് പൊടി, സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്കിട്ട് ഒരു 10-15 മിനിറ്റോളം മൂടി നന്നായിട്ട് വയ്ക്കുമ്പോഴത്തേനും നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയാവും. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതായിരിക്കും, ചപ്പാത്തിയുടെയൊക്കെ കൂടെ.